പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയുടെ തമ്പനെയിൽ കാണുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആയുർദൈർഘ്യം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മെഡിക്കൽ ടെസ്റ്റുകളെ കുറിച്ചാണ് പരാമർശിക്കുന്നതെന്ന് ചിലപ്പോൾ കരുതിപ്പോകും. അങ്ങനെയല്ല, മറിച്ച് ഒരു നേഷൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി, ഒരു ഗ്രൂപ്പ്, അവയുമായി ബന്ധപ്പെട്ട മനുഷ്യൻ്റെ ആയുർദൈർഘ്യ വർധനവിൽ മെഡിക്കൽ ടെസ്റ്റുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാം, ആയുർദൈർഘ്യം കൂടിയിട്ടുള്ള ജനങ്ങൾ അധിവസിക്കുന്ന സ്ഥലങ്ങളുണ്ട്, മറിച്ച് ആയുർദൈർഘ്യം കുറഞ്ഞ രാജ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. അത് ഏതെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല. അവരുടെ പാരമ്പര്യമായിട്ടുള്ള ഘടകവും മറ്റു ഇതര ഘടകങ്ങളുമെല്ലാം ആശ്രയിച്ചാണ് ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി നിലനിൽക്കുന്നത്. സ്വിറ്റ്സർലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ജപ്പാൻ, ഹോങ്കോങ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ 85 വയസ്സിനടുത്ത് ആയുർദൈർഘ്യമുള്ള രാജ്യങ്ങളാണ്. നേരെ മറിച്ച് 60ഉം 65 വയസ്സും ആയുർദൈർഘ്യം ഉള്ള രാജ്യങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. മുമ്പൊക്കെ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കുറവായിരുന്നു. ഒരു എക്സാമ്പിൾ എടുത്താൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 1947 ലോകത്തെ ജനങ്ങൾ 45 മുതൽ 48 വർഷം വരെയാണ് ജീവിച്ചിരുന്നത്. 1947 ഇന്ത്യയുടെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്നുള്ളത് 32നും 35 വയസ്സിനും ഇടയിലാണ്. എല്ലാ ജനങ്ങളും 32 വയസ്സ് മുതൽ 35 വയസ്സ് വരെ മാത്രമേ അന്ന് ജീവിച്ചിരുള്ളൂ എന്ന് അങ്ങനെയല്ല അർത്ഥാക്കുന്നത്. ലൈഫ് എക്സ്പെക്റ്റൻസി എന്നുള്ളത് ഒരു ശതമാനക്കണക്കാണ്. 100 പേർ ഉണ്ടാകുന്ന ഒരു സൊസൈറ്റിയിൽ എത്ര മാത്രം ആയുസ് ആ സൊസൈറ്റിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസിയിലൂടെ മനസ്സിലാക്കുന്നത്. 2025 ഇന്ത്യയിൽ ഒരാൾ 72.5 വർഷമാണ് ജീവിച്ചിരിക്കുന്നത്. 73 വയസ്സിനടുത്ത് ഇന്ത്യയിൽ ഒരാൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ ഒരാൾ 75.3 വർഷമാണ് ജീവിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഒരു സ്ത്രീ 76ലധികം വർഷം ജീവിച്ചിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതല്ല. 80 വയസ്സിലും 85 വയസ്സിലും മരിക്കുന്നവരുണ്ട്. അതേസമയം ജനിച്ച ഉടനെയും 10 വയസ്സിലും മരിക്കുന്ന ആളുകളുണ്ട്. നമ്മളൊരു ആവറേജ് ശതമാനക്കണക്കാണ് ഇവിടെ കണക്കാക്കുന്നത്. ലൈഫ് എക്സ്പെക്റ്റൻസി വർദ്ധിപ്പിക്കുക എന്നുള്ളതും ആരോഗ്യമുള്ള ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കുക എന്നുള്ളതും ലോക ജനതയുടെ ഒരു അൾട്ടിമേറ്റ് എയിമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് വിവിധ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചിലവഴിക്കുന്ന ഫണ്ടുകളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മാത്രം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. TB ഉൾപ്പെടെയുള്ള രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി, എയ്ഡ്സിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി, മലേറിയ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിന് വേണ്ടിയൊക്കെ സ്വീകരിക്കുന്ന നടപടികളും ഫണ്ടിങ്ങുമൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ലൈഫ് എക്സ്പെക്റ്റൻസി വർദ്ധിപ്പിക്കുന്നതിൽ, ആയുർദൈർഘ്യ വർധനവിൽ മെഡിക്കൽ ടെസ്റ്റുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് നിർവഹിക്കാനുള്ളത്. യൂണിവേഴ്സൽ ഹെൽത്ത് കോഴ്സസ് വിവിധ രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിൻ്റെ കപ്പാസിറ്റിക്കനുസരിച്ച് ജനങ്ങൾക്ക് നൽകുന്ന ഇൻഷുറൻസ് പ്രോഗ്രാമുകൾ, രോഗങ്ങളെ നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ കഴിയുന്ന പ്രോഗ്രാമുകൾ, രാജ്യങ്ങൾ ഗവൺമെൻറ് മേഖലയിലും പ്രൈവറ്റ് മേഖലയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഹോസ്പിറ്റലുകൾ, അതുകൂടാതെ ഹെൽത്തി ഡയറ്റ്സ്, അതേപോലെ മെഡിക്കൽ കെയർ ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ, വിവിധ പ്രോഗ്രാമുകൾ എല്ലാം തന്നെ ലക്ഷ്യം വെക്കുന്നത് അതാത് സൊസൈറ്റിയുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയും ഒരു ഹെൽത്തി സൊസൈറ്റി ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയാണ്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർദ്രം പോലുള്ള പദ്ധതികളെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നൽകുന്ന മെഡിക്കൽ പരിശോധനകൾ, ഇൻഷുറൻസ് പദ്ധതികൾ, ഹോസ്പിറ്റൽ സേവനങ്ങൾ, മെഡിക്കൽ കെയറുകൾ എന്നിവ എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പ്രഗ്നൻസി ടൈമിൽ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ നൽകുന്ന വിവിധ ട്രീറ്റ്മെൻറ്റുകൾ, പ്രോഗ്രാമുകൾ, ഡബിൾ മാർക്ക് ഉൾപ്പെടെ ട്രിപ്പിൾ മാർക്ക് ഉൾപ്പെടെ സ്കാനിങ് ടെസ്റ്റുകൾ, ഗർഭിണിയായ കാലയളവിൽ ചെയ്യുന്ന വിവിധ മെഡിക്കൽ ടെസ്റ്റുകൾ, പണ്ട് കാലത്തൊക്കെ പോളിയോ ബാധിച്ച കുഞ്ഞുങ്ങൾ, വികലാംഗരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഒക്കെയായിരുന്നു ജനിച്ചു വീണിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ജനിച്ച വീണു ഉടനെ തന്നെ മരണപ്പെടുന്ന അവസ്ഥ, ചൈൽഡ് ഡെത്ത് റേറ്റ് വളരെ കുറയ്ക്കാൻ നമുക്കിന്ന് സാധിച്ചിട്ടുണ്ട്. 10 വയസ്സ് വരെയുള്ള കാലയളവിൽ മരിച്ചു വീഴുന്ന, പല അസുഖങ്ങൾ കാരണം മരിച്ചു വീഴുന്ന കുട്ടികൾ, വാക്സിനുകൾ ഇല്ലാത്ത കാലം, അൺഹെൽത്തി ആയിട്ടുള്ള കുട്ടികളുടെ ജനനം
വളർച്ച ഇവയൊക്കെ നമുക്ക് തടയാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെയും ലൈഫ് എക്സ്പെക്റ്റൻസി വർദ്ധിപ്പിക്കുന്നതിന് മറ്റ് കാരണങ്ങളാണ്. അതിനുശേഷം ഒരു യങ് അഡൾട്ടിനെ രോഗങ്ങളില്ലാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും വിവിധ ഹെൽത്ത് പ്രോഗ്രാമുകൾ പ്രൈവറ്റ് മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും നടത്തപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഇത്തരം ബോധവൽക്കരണങ്ങൾ സർവ്വവ്യാപകമായി നടക്കുന്നുണ്ട്. 18 വയസ്സിന് ശേഷം കൃത്യമായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ, അതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പ്രധാനപ്പെട്ട് പറയാനുള്ളത്. 18 വയസ്സ് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ, ലിപ്പിഡ് പ്രൊഫൈൽ ഉൾപ്പെടെയുള്ള കൊളസ്ട്രോൾ ടെസ്റ്റുകൾ, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റുകൾ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ, ബോഡി മാസ് ഇൻഡെക്സ്, യൂറിൻ ടെസ്റ്റുകൾ, ECG പരിശോധന, BP പരിശോധന ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലിൽ ചെയ്യുക എന്നുള്ളത് രാജ്യങ്ങൾ ഇന്ന് പ്രഥമ പരിഗണന നൽകുന്നുണ്ട്. ഒരു പ്രത്യേക ഏജിന് ശേഷം ക്യാൻസർ മാർക്കർ ടെസ്റ്റുകൾ, അതിൽ PSA ഉണ്ട്, പാപ് സ്മിയർ, അത് സ്ത്രീകൾക്ക് സെർവിക്കൽ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും തടയുന്നതിനുമായി ബന്ധപ്പെട്ട ക്യാൻസർ ടെസ്റ്റുകൾ, തൈറോയിഡ് പോലുള്ള ടെസ്റ്റുകളുടെ പരിശോധനകൾ, ഇതൊക്കെ കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലിൽ ഓരോ രാജ്യവും അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്കനുസരിച്ച് പൗരന്മാർക്ക് നൽകി വരുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന രാജ്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ആയുർദൈർഘ്യ വർധനവ് ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് കാണാൻ കഴിയും. മെഡിക്കൽ ടെസ്റ്റുകൾക്ക് നമ്മുടെ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ റോളുണ്ട്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട് ഓരോ രോഗങ്ങളെയും ഏർലി ആയിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയും അവിടെ വെച്ച് അത് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയും ഹെൽത്തി ആയ ഒരു സൊസൈറ്റിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു സൊസൈറ്റിയുടെ ഭാഗമായി കൊണ്ട് തന്നെ ശ്രമിക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.